ഹലോ ഗായ്സ് എവരിവൺ വെൽക്കം ടു മൈ ഷോർട്ട് വേൾഡ്. അപ്പോൾ നമുക്കിന്ന് ബിലോ 80ലുള്ള ഒരു സ്പീഡ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ആ സ്പീഡ് ഒന്ന് എഴുതി കാണിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മളുടെ സ്പീഡ് ബുക്ക് ഇതാണ്. ഞാൻ പറഞ്ഞു സ്പീഡ് ബുക്കിൻ്റെ താഴെ പേപ്പേഴ്സ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. പേജസ് നമുക്ക് മറിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. Okay, start. Dear sir, if you are at Liberty on Friday next, I shall be pleased if you will try to come in and see Dr. Driver, our principal member for the borough. He is to take the chair at the club dinner in April, and I should like you to know him. The number at the dinner may be larger this year because of the increase in the number of members in the local and neighboring clubs during the past years. I think you ought to be at least an honorary member of our club. The other members would be happy to have you with them, and they would cheer you up, and in truth you can do with it. It would be no trouble to me to push the case for you if you care to apply. Faithfully yours. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ബിലോ 80ലാണ് വായിച്ചിരിക്കുന്നത്, പക്ഷേ സ്ട്രോക്കുകളെല്ലാം ചേർത്ത് എഴുതാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിയർ സാർ. ഡിയർ സാർ വരുമ്പോൾ നമ്മൾ ഡെറം സർക്ലസ് ഡൗൺവേർഡ് ആറാണ് എഴുതിയിട്ടുള്ളത്. ഡിയർ സാർ, ഇതിനെയാണ് നമ്മൾ ഡിയർ സാർ എന്ന് ചേർത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡിയർ സാർ സ്പ്ലിറ്റ് ചെയ്തും എഴുതാം, ചേർത്തും എഴുതാം. ഇനി അടുത്ത പാരഗ്രാഫാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ സിമ്പിൾ ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇഫ് യു ആർ എഴുതുമ്പോൾ ഇഫ് യു ആർ ഇതിനെ നമ്മൾ ചേർത്ത് എഴുതിയതാണ് ഇഫ് യു ആർ. അടുത്തെന്ന് പറയുന്നത് അറ്റ് ടി എബോവ് ദ ലൈൻ എഴുതിയാൽ മതി. അപ്പോൾ ഡിയർ സാർ, ഇഫ് യു ആർ അറ്റ് ലിബർട്ടി ഗ്രാമലോഗ്സ് ആണ്. ബർ എബോവ് ദ ലൈൻ എഴുതിയാൽ ലിബർട്ടി. ഓൺ ഫ്രൈഡേ, ഓൺ എന്ന് പറയുന്നത് ഗ്രാമലോഗാണ്. അടുത്ത് ഫ്രൈഡേ, ഫർ ഐ ഡിഫ്തോം ഡിയർ ഫ്രൈഡേ. ഇത് നമ്മൾ ചേർത്ത് എഴുതിക്കുന്നതാണ് ഓൺ ഫ്രൈഡേ. കഴിവതും ചേർത്ത് തന്നെ എഴുതുക. നെക്സ്റ്റ് ഗ്രാമലോഗ്. അടുത്തത് ഐ ഷാൾ ബി പ്ലീസ്ഡ്. ഐ ഡിഫ്തോം ഷാൾ ഗ്രാമലോഗ്, ബി ഗ്രാമലോഗ്, പെള്ള സെഡ്. ഐ ഷാൾ ബി പ്ലീസ്ഡ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഐ ഷാൾ ബി പ്ലീസ്ഡ്. ഓക്കെ, ഇത് നമ്മൾ ചേർത്ത് എഴുതിക്കുന്നതാണ് ഐ ഷാൾ ബി പ്ലീസ്ഡ്. നെക്സ്റ്റ് ഇഫ് യു വിൽ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇഫ് യു വിൽ.
വിൽ. അപ്പോൾ ഇതിനെക്കാട്ടിയും എളുപ്പം ചേർത്ത് എഴുതുന്നതാണ് ഇഫ് യു വിൽ. നെക്സ്റ്റ് ട്രൈ ടു കം. ടൂവ് ഗ്രാമലോഗ്, കമ്മ ഗ്രാമലോഗ്. നെക്സ്റ്റ് ഇൻ ആൻഡ് സി. ഇന്ന് ഗ്രാമലോഗ്, ആൻഡ് ഗ്രാമലോഗ്. സിക്ക് വേണ്ടി സ്ട്രോക്ക് എസ് ത്രൂ ദ ലൈൻ എഴുതിയിട്ട് വേണമെങ്കിൽ വൗവൽ ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇൻ ആൻഡ് സി. ഡോക്ടർ, ഡർ എബോ ദ ലൈൻ ഡോക്ടർ. ഡ്രൈവർ, ഡ്രൈവർ എഴുതുമ്പോൾ അടിയിൽ 2 വരകൾ കൊടുക്കാം. പേരോ സ്ഥലത്തിൻ്റെ പേരോ ഒരു വ്യക്തിയുടെ പേരൊക്കെ വരുമ്പോൾ നമുക്ക് 2 ചെറു വരകൾ ഇട്ടാൽ അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവറിന് വേണ്ടി ഗ്രാമലോഗാണ്. റേ ത്രൂ ദ ലൈൻ ആയിട്ട് എഴുതിയാൽ അവർ. പ്രിൻസിപ്പൽ ഗ്രാമലോഗ് പെർ ത്രൂ ദ ലൈൻ. നെക്സ്റ്റ് മെമ്പർ, ബർ ഓൺ ദ ലൈൻ എഴുതിയാൽ മെമ്പർ. ഫോർ ദിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഫോറിന് വേണ്ടിയിട്ട് എഫ് എബോ ദ ലൈൻ. ഡിക്ക് വേണ്ടിയിട്ട് ഡോട്ട് ഡി ആണ് കൊടുക്കുന്നത്. പക്ഷേ എഴുതാൻ എളുപ്പത്തിന് വേണ്ടി പാരഗ്രാഫിൽ വരുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ നടുക്ക്, തുടക്കത്തിലല്ല നടുക്ക് മിഡിലായിട്ട് എവിടെയെങ്കിലും ദി വരികയാണെങ്കിൽ ടിക്ക് ദി നമുക്ക് യൂസ് ചെയ്യാം. ഒരു ടിക്ക് കൊണ്ട് ദിയെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ബോറോ, ബി അപ്പോഡ്രേ, തെൻ പവർ. അടുത്ത് ഹീ ഈസ്. ഹീ ഈസ് ഒരു സെൻറ്റൻസിൽ സ്റ്റാർട്ടിങ്ങിൽ ഹീ വരികയാണെങ്കിൽ സ്ട്രോക്ക് തന്നെ കൊടുക്കുക. നടുക്ക് മിഡിലായിട്ട് എവിടെയെങ്കിലും ഹീ വന്നാൽ മാത്രം ഗ്രാമലോഗ് കൊടുക്കുക. ഹീ ഈസ് ചേർത്ത് എഴുതാം. സ്മോൾ സർക്കിളാണ് ചേർത്ത് എഴുതിയിട്ടുള്ളത്. ഹീ ഈസ് ടു ടേക്ക് ദി. ടു ഗ്രാമലോഗ്. ടേക്കിന് വേണ്ടിയിട്ട് ടി കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദി ഇടയ്ക്ക് വരികയാണെങ്കിൽ ടിക്ക് ദി കൊടുക്കാം. ടേക്ക് ദി. ചെയർ ഗ്രാമലോഗാണ്. ചെയർ ഓൺ ദ ലൈൻ. ചെയർ. അറ്റ് ദി. ടി ടിക്ക് ദി. അറ്റ് ദി. ക്ലബ്ബ്, ക്ലബ്ബ് കള്ള് ബി ക്ലബ്ബ്. ഡിന്നർ, ഡിന്നർ എഴുതുമ്പോൾ ഡി ത്രൂ ദ ലൈൻ. നർ സ്ട്രോക്ക് എഴുതിയാൽ ഡിന്നർ. ഇൻ ഏപ്രിൽ. ഇന്നിന് വേണ്ടി ഗ്രാമലോഗാണ്. ഏപ്രിലിന് വേണ്ടി പെർ എൽ എബോ ദ ലൈൻ എഴുതിയിട്ട് അടിയിൽ 2 വര ഇടണം. കാരണം അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് 2 വരകൾ ഇടുന്നത്. അടുത്ത ആൻഡ് ഐ. ആൻഡ് ഗ്രാമലോഗ്. ഐ ഡിഫ്തോങ്. ഷുഡ് ഗ്രാമലോഗ്. ലൈക്ക് എൽ കെ എഴുതുമ്പോൾ തുടക്കത്തിൽ എഴുതുമ്പോൾ എൽ കെ എഴുതിയിട്ട് ഐ ഡിഫ്തോങ് ഇട്ട് ഡിനോട്ട് ചെയ്യാം ലൈക്കിന് വേണ്ടി. ലൈക്ക്. യു ഗ്രാമലോഗ്. ടു ഗ്രാമലോഗ്. നോ എഴുതുമ്പോൾ എൻ വൗവൽ നോ. ഹിം ഗ്രാമലോഗ്. നെക്സ്റ്റ് സെൻറ്റൻസ് ദി നമ്പർ. ഫുൾ ഗ്രാമലോഗാണ്. ദി ഗ്രാമലോഗ്. നമ്പർ ഗ്രാമലോഗ്. അറ്റ് ദി. ഡിന്നർ. മേ ബി. മേ ബി എഴുതുമ്പോൾ എം ഓൺ ദ ലൈൻ. ബി ഗ്രാമലോഗ് എഴുതുക. ലാർജർ, ജറ് ഗ്രാമലോഗാണ്. ദിസ് ഇയർ. ദിസ് ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അല്ലാത്ത എഴുതുമ്പോൾ ദിസ് എഴുതുക. ഇയർ, ഇയർ എന്ന് പറയുന്നത് ഗ്രാമലോഗാണ്. അപ്പോൾ ഇത് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചേർത്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ദിസ് ഇയർ കോമ ബിക്കോസ് ഓഫ് ദി. ബിക്കോസ് ഗ്രാമലോഗ്. കെ സർക്ലസ് എബോ ദ ലൈൻ. ബിക്കോസ് ഓഫ് ദി ഗ്രാമലോഗ്. ഓഫ് ദി നമ്മൾ ചേർത്ത് എഴുതി. അപ്പോൾ പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ദിക്ക് വേണ്ടി ടിക്ക് ദി ഉപയോഗിക്കാം. ഓഫ് ദി. ഇൻക്രീസ്. എൻ കറ് സർക്ലസ് ഓൺ ദ ലൈൻ ഇൻക്രീസ്. ഇൻ ദി ഗ്രാമലോഗ്. ടിക്ക് ദി ആണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ്. നമ്പർ എന്ന് പറയുന്നത് ഗ്രാമലോഗാണ്. ഓഫ് ഗ്രാമലോഗ്. പക്ഷേ നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി നമ്പറിൻ്റെ താഴെ എഫ് എന്ന ഹുക്ക് കൊടുത്താൽ നമ്പർ ഓഫ് എന്ന് വായിക്കാൻ പറ്റും. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഗ്രാമലോഗ്. മെമ്പർ എന്ന ഗ്രാമലോഗിൻ്റെ കൂടെ സർക്ലസ് ഇട്ടാൽ മെമ്പേഴ്സ്. ഇൻ ദി ലോക്കൽ. ലോക്കലിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഗ്രാമലോഗ് പ്ലേസ് ചെയ്യാം. അല്ലാതെ വായിക്കുമെങ്കിൽ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ലോക്കൽ എഴുതുമ്പോൾ എല്ലാ കള്ള ലോക്കൽ. ആൻഡ് നൈബറിങ്. നൈബറിങ് എഴുതുമ്പോൾ എൻ ബറ് ഇങ്ങ് സ്ട്രോക്ക് കൊടുക്കുക. വൗവൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. എൻ ബറ് ഇങ് സ്ട്രോക്ക് ഓൺലൈൻ എഴുതിയാൽ നൈബറിങ്. ക്ലബ്സിന് വേണ്ടി കള്ള ബി എസ് സർക്ലസ്. ഡ്യൂറിങ് ദ പാസ്റ്റ് ഇയേഴ്സ്. ഡ്യൂറിങ് എന്ന് പറയുന്നത് ഗ്രാമലോഗ്. ദിക്ക് വേണ്ടിയിട്ട് ടിക്ക് ദി കൊടുത്തു. ഡ്യൂറിങ് ദ പാസ്റ്റ് ഇയേഴ്സ്. നെക്സ്റ്റ് സെൻറ്റൻസ് ഐ തിങ്ക് യു. ഇതും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഐ ഗ്രാമലോഗ്. തിങ്ക് യു. ഇത് ഫുള്ള് ചേർത്ത് എഴുതിയാൽ ഐ തിങ്ക് യു. സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിനെക്കാട്ടിയും ചേർത്ത് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി മെത്തേഡ്. സോ നമുക്ക് ചേർത്ത് എഴുതാം. നെക്സ്റ്റ് ഓഡ് ടു ബി. ഓഡിന് വേണ്ടി ഗ്രാമലോഗ്. ടു ബി ഗ്രാമലോഗ് ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഓഡ് ടു ബി. നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ്. അറ്റ്ലീസ്റ്റിന് വേണ്ടി എബോ ദ ലൈൻ ടി എൽ എസ് ടി ലൂപ്പ് ഇട്ടാൽ അറ്റ്ലീസ്റ്റ്. നെക്സ്റ്റ്
ആൻ ഓണററി. ആന് എഴുതുമ്പോൾ എബോവ് ദ ലൈന് ഒരു ഡോട്ട് കൊടുത്താൽ ആന് ഓണററിക്ക് വേണ്ടി നെറ് അപ്പോർഡ് റേ ഓണററി. മെമ്പറിന് വേണ്ടിയിട്ട് ഗ്രാമലോഗ്. ഓഫ് അവർ, ഓഫ് ഗ്രാമലോഗ് അവർ, ഇത് നമ്മൾ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഓഫ് അവർ. ഓക്കെ, ഓഫ് അവർ. ക്ലബ്ബ് കള്ള് ബിയർ സ്ട്രോക്ക് എഴുതിയാൽ ക്ലബിന് വേണ്ടി വായിക്കുന്നു ഓഫ് അവർ ക്ലബ്. നെക്സ്റ്റ് ദി ഗ്രാമലോഗ്. അതറിന് വേണ്ടി തറ് ഓൺ ദ ലൈൻ എഴുതിയാൽ അതർ. മെമ്പേഴ്സ് ബറ് സർക്ലസ് ഓൺ ദ ലൈൻ മെമ്പേഴ്സ്. നെക്സ്റ്റ് വുഡ് ബി. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വുഡ് ബിക്ക് വുഡ് ഗ്രാമലോഗാണ്, ബി എ ഗ്രാമലോഗാണ്. അത് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ വുഡ് ബി എന്ന് വായിക്കാം. വുഡ് ബി ഹാപ്പി ഹേ പി സ്ട്രോക്ക് എബോവ് ദ ലൈൻ ഹാപ്പി. ടു ഹാവ് യു, ടു ഹാവ് യു എഴുതുമ്പോൾ ടു വി സ്ട്രോക്ക് ഓൺ ദ ലൈൻ ഹാവിന് വേണ്ടി യു, അത് നമുക്ക് ചേർത്ത് എഴുതാം ടു ഹാവ് യു. ഓക്കെ, ടു ഹാവ് യു വിത്ത് ദം, വിത്ത് ദം അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വിത്ത് ദം എഴുതാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചേർത്ത് എഴുതുന്നു വിത്ത് ദം. ആൻഡ് ദേ, ആൻഡ് ദേ വുഡ് ഗ്രാമലോഗാണ് വുഡ്. ചീർ ചെറ സ്ട്രോക്ക് ത്രൂ ദ ലൈൻ എഴുതിയാൽ ചീർ, ഓൺ ദ ലൈൻ എഴുതിയാൽ ചെയർ. ആൻഡ് അടുത്തത് യു, യു എന്ന് പറയുന്നത് ഗ്രാമലോഗ്. നെക്സ്റ്റ് അപ്പ്, അപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പി എഴുതുക, വവ്വൽ കൊടുക്കുക അപ്പ്. ആൻഡ് ഇൻ ട്രൂത്ത്, ആൻഡ് ഗ്രാമലോഗ്, ഇൻ ഗ്രാമലോഗ്, ട്രൂത്ത് ഗ്രാമലോഗ്. അടുത്ത് യു ക്യാൻ ഡു, യു ക്യാൻ ഡു എഴുതുമ്പോൾ യു ക്യാൻ ഡു ഇങ്ങനെ എഴുതാം. അത് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ യു ക്യാൻ ഡു, ഇത് ഫുള്ളും ഗ്രാമലോഗാണ്. യു ക്യാൻ ഡു വിത്ത് ഇറ്റ്, വിത്തും ഇറ്റും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ചേർത്തും എഴുതാം. ചേർത്ത് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നെക്സ്റ്റ് ഇറ്റ് വുഡ് ബി, ഇറ്റ് ഗ്രാമലോഗ്, വുഡ് ഗ്രാമലോഗ്, ബി ഗ്രാമലോഗ്. ചേർത്ത് എഴുതാം, സെപ്പറേറ്റ് എഴുതാം. ഇറ്റ് എഴുതുക, വുഡ് ബി അത് നമ്മൾ ചേർത്ത് എഴുതിയാൽ ഇറ്റ് വുഡ് ബി, ഇറ്റ് വുഡ് ബി. നോ ട്രബിൾ, നോ എൻ എഴുതുക, എൻ സ്ട്രോക്ക് വവൽ. നോ ട്രബിൾ ടെറ് ബെള്ള ട്രബിൾ, നോ ട്രബിൾ. ടു മീ, മീ എബോവ് ദ ലൈനാണ്, പക്ഷേ ടു എന്ന ഗ്രാമലോഗിനോട് ചേർത്ത് എഴുതുന്നതുകൊണ്ട് ഓൺ ദ ലൈനിൽ എഴുതിക്കുന്നേ ഉള്ളൂ. ടു മീ. ടു പുഷ്, ടു ഗ്രാമലോഗ്, പി എ ഇഷ് സ്ട്രോക്ക് പുഷ്, ടു പുഷ്. ദി കേസ്, കേസ് കെ സർക്ലസ് ഓൺ ദ ലൈൻ കേസ്. നെക്സ്റ്റ് ഫോർ യു, ഫോർ യുവിന് വേണ്ടി എഫ് സ്ട്രോക്ക് എബോവ് ദ ലൈൻ യു, ഫോർ യു. ഇഫ് യു, ഇഫ് യു എഴുതുമ്പോൾ ഇഫിന് വേണ്ടി നമ്മൾ ത്രൂ ദ ലൈൻ എഫ് എഴുതുക, യു സ്ട്രോക്ക് ഇത് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഇഫ് യു. കെയർ, കെയർ എന്ന് പറയുന്നത് ഗ്രാമലോഗാണ്, കെർ ഗ്രാമലോഗാണ്. കെയർ ഓൺ ദ ലൈനിൽ എഴുതിയിരിക്കുന്നു. ടു ഗ്രാമലോഗ്. അപ്ലൈ എബോവ് ദ ലൈൻ പെള്ള ഡിഫ്തോങ് ഇട്ടാൽ അപ്ലൈ. നെക്സ്റ്റ് ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ്, ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റോക്കിലും എഴുതാം. ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് എഫ് ഇത്ത് ഫെള്ള്, ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സിന് വേണ്ടിയിട്ട് ആറ് സർക്ലസ്. ഇങ്ങനെയും എഴുതാം, ഇതും എഴുതാം. എളുപ്പം എന്ന് പറയുന്നത് ഇതാണ്, ഈ മെത്തേഡിലും നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഫുൾ സ്ട്രോക്ക് വെച്ച് എഴുതിയിരിക്കുന്നു, ഇത് ചെറുതാക്കി അതായത് ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഫെയ്ത്ത്ഫുള്ളിക്ക് വേണ്ടിയിട്ട് എഫ് ഇട്ടിട്ടുണ്ട്, എഫ് ഓൺ ദ ലൈന് ഫെയ്ത്ത്ഫുള്ളി. യുവേഴ്സിന് വേണ്ടിയിട്ട് ആറ് സർക്ലസ്, ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് എന്ന് വായിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിലോ 80 സ്പീഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർത്ത് എഴുതി പഠിക്കാൻ നോക്കുക. അപ്പോൾ സമയം കുറച്ചേ ആവത്തുള്ളൂ. ഇപ്പോൾ ഇഫ് യു ആർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതും ചേർത്ത് എഴുതുന്നതും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ ഓരോ സ്ട്രോക്കും ചേർത്ത് എഴുതി തിരിച്ച് വായിക്കാനായിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. താങ്ക് യു.